അർജുന അവാർഡിനായി ട്രീസ ജോളി ഉൾപ്പെടെ 24 പേരെ നാമനിർദ്ദേശം ചെയ്തു. ഇക്കൊല്ലം ഖേൽരത്ന അവാർഡിനായി ഒരു പേരും നിർദ്ദേശിക്കാതെ സെലക്ഷൻ കമ്മിറ്റി. പി ബസന്തുണ്ട്. ബസന്ത് വിവരങ്ങൾ. നിതീഷ്, മലയാളിയായ ട്രീസ ജോളി, അതായത് ബാഡ്മിന്റൺ താരമായ ട്രീസ ജോളി അടക്കം 24 പേരെയാണ് അർജുന അവാർഡിനായി ഇത്തവണ നിർദ്ദേശിച്ചിരിക്കുന്നത്. അതായത് ഇന്നലെ ചേർന്ന സെലക്ഷൻ കമ്മിറ്റി യോഗമാണ് ട്രീസ ജോളി അടക്കമുള്ളവരുടെ പേരുകൾ നിർദ്ദേശിച്ചിട്ടുള്ളത്. അതേസമയം ഇത്തവണ ഖേൽരത്ന അവാർഡ് കമ്മിറ്റി നിർദ്ദേശിച്ചിട്ടില്ല. ഈ പട്ടിക ഇപ്പോൾ കേന്ദ്ര കായിക മന്ത്രിയുടെ മുന്നിലാണ്. ഇതിന് അന്തിമ അനുമതി നൽകേണ്ടത് കായിക മന്ത്രാലയമാണ്. ഖേൽരത്നയ്ക്കായിട്ട് ഹർമൻപ്രീത് കൗർ, അതോടൊപ്പം തന്നെ സ്മൃതി മന്ദാന, ക്രിക്കറ്റ് താരങ്ങളായ വനിതാ വേൾഡ് കപ്പ് ജയിച്ച ക്രിക്കറ്റ് ടീമിലെ അംഗങ്ങളെ പരിഗണിച്ചെങ്കിലും പിന്നീട് അത് മറ്റു പല കാരണങ്ങളാൽ അത് വേണ്ടെന്ന് വെക്കുകയായിരുന്നു. 2008-ലും 2014-ലുമാണ് ഇതിനു മുമ്പ് ഖേൽരത്ന അവാർഡ് നൽകാതിരിക്കുന്ന ഒരു സാഹചര്യമുള്ളത്. ഇത്തവണ ആദ്യമായി തന്നെ ഒരു യോഗാസനയുടെ ഒരു അത്ലറ്റായ ആർത്തി പാലിന്റെ പേര് അർജുന അവാർഡിനായി നിർദ്ദേശിച്ചിട്ടുണ്ട്. മറ്റു പേരുകൾ ഇവയാണ്: തേജസ്വിനി ശങ്കർ അത്ലറ്റിക്സ്, പ്രിയങ്ക അത്ലറ്റിക്സ്, നരേന്ദ്ര ബോക്സിംഗ്, വിദിത് ഗുജറാത്തി ചെസ്, ദിവ്യ ദേശ്മുഖ്, ധനുഷ് ശ്രീകാന്ത് ഡെപ്ത് ഷൂട്ടിംഗ്, പ്രണതി നായക് ജിംനാസ്റ്റിക്, രാജ്കുമാർ പാൽ ഹോക്കി, സുർജിത്ത് കബഡി, നിർമ്മല ഭട്ടി ഖോഖോ, രുദ്രാംശ് കണ്ഠേവാൽ പാരാഷൂട്ടിംഗ്, ഏകദിന ഭയാൻ പാരാ അത്ലറ്റിക്സ്, പത്മനാഭ സിംഗ്, അരവിന്ദ് സിംഗ്, അഖിൽ ഷെറോൺ, മഹ്ലി ഘോഷ്, സുധീർത്ത മുഖർജി, സോനം മാലിക്, ആർത്തി, ട്രീസ ജോളി, ഗായത്രി ഗോപിചന്ദിനൊപ്പമാണ് ട്രീസ ജോളിയുടെയും പേര് ബാഡ്മിന്റണിൽ നിന്നും നൽകിയിട്ടുള്ളത്. ലാൽറേം സിയാമി, മുഹമ്മദ് അഫ്സൽ, പൂജ എന്നിവരുടെ പേരുകളാണ് ഇപ്പോൾ അർജുന അവാർഡിന് പരിഗണിക്കാനായി സെലക്ഷൻ കമ്മിറ്റി നിർദ്ദേശിച്ചിരിക്കുന്നത്.